ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസം നമ്മൾക്ക് ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ ഈ അധ്യായത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ ഈ അധ്യായം നമ്മളെ വായിക്കുന്നു. 19-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന് 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീൻ മരുഭൂമിയിലെത്തി. അവർ രഫീദിമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. സീന ഈ മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്ന് യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്നാൽ, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറിയന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്കുകേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ല. നിങ്ങളെനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാണ്. മോശ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ചു യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവർ പറഞ്ഞ് കേൾപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാനിതാ മേഘതമസ്സത്തിൽ നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് അരുളി ചെയ്തു. ജനത്തിൻ്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്ന് നാളെ അവരെ ശുദ്ധീകരിക്കാം. അവർ വസ്ത്രമലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുകയും സീനായി പർവ്വതത്തിൽ ഇറങ്ങും. ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെ ഇരിപ്പാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നീ അവർക്ക് ചുറ്റും അതിർത്തിരിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്. കാഹളം ദീർഘമായി ധനിക്കുമ്പോൾ അവൻ പർവ്വതത്തിൻ്റെ അടുത്ത് വരട്ടെ. മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ചു. അവർ വസ്ത്രം അലക്കുകയും ചെയ്തു. അവൻ ജനത്തോട്, 3 ദിവസത്തേക്ക് ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞു. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളം ധ്വനിയുണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും കുലുങ്ങി. കാഹളത്തിന് ദീർഘമായി ഉറച്ചപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരവരളി. യഹോവ സീനായി പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശെ കയറിച്ച് യഹോവ മോശയോട് കൽപ്പിച്ചതെന്നാൽ, ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കന്നിട്ടുള്ള അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങി അവരോട് അമർച്ചയായി കൽപ്പിക്കാം. യഹോവയുടെ അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. മോശ യഹോവയോട്, ജനത്തിൻ്റെ സീനായി പർവ്വതത്തിൽ കയറുവാൻ പാടില്ല. പർവ്വതത്തിൽ അതിർത്തിച്ച് അതിനെ ശുദ്ധമാക്കുക എന്ന് ഞങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവനോട് ഇറങ്ങിപ്പോവുക, നീ അഹരോനുമായി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനവും യഹോവ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ കയറുവാൻ അതിർ കടക്കരുത്. അങ്ങനെ മോശ ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു. ജനത്തെ ശുദ്ധീകരിച്ച് ഒരു ജനതയാക്കുവാൻ ദൈവം വിളിച്ച് ഇറക്കി വഴി നടത്തി ശുദ്ധീകരിച്ച് അവരെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കുകയാണ്. എന്നെ നിങ്ങളെ സ്വന്തം ജനമാക്കുവാൻ ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മൾക്ക് ആവശ്യമാണ്. ഈ നോമ്പുകാലത്ത് ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകണം. ഈ വചനം വായിക്കുമ്പോൾ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ വഴി നടത്തി ഒരു വിശുദ്ധീകരണം പ്രാപിക്കുന്നവരായി സീനായി മരുഭൂമിയിൽ ദൈവം സംസാരിക്കുന്ന ഇടത്ത് അവിടെ ചില പ്രമാണങ്ങൾ പറയുന്നുണ്ട്. ആ പ്രമാണങ്ങൾ തെറ്റിച്ചാൽ പോയി. പ്രമാണങ്ങൾ തെറ്റിക്കാതെ ദൈവത്തോടുള്ള നന്ദിയിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങി വരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ നിൻ്റെ സ്വന്തം പൈതലങ്ങളായി പുതിയ നിയമ ഇസ്രായേലാക്കി തീർത്തിരിക്കുന്നു. അന്ന് ഇസ്രായേൽ ജനത്തെ മോശയിലൂടെ വിളിച്ചെങ്കിൽ ഇന്ന് ഞങ്ങളെ യേശുക്രിസ്തുവിലൂടെ വിളിച്ച്, യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ യാഗത്തിലൂടെ ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ ഈ മരുഭൂമി യാത്രയിൽ കനാനിൽ പ്രവേശിക്കുവാൻ, ഞങ്ങളുടെ ഈ ആത്മീയ തീർത്ഥാടന യാത്ര കനാൻ യാത്രയായി തീരുവാൻ, പാലും തേര് ഒഴുകുന്ന ആ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അതിനെ സാധിക്കണം. അവരുടെ മേലെല്ലാം ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.